പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-14 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. യേശു ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപായി ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ പിതാവ് നിങ്ങൾക്ക് തരും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞത്? ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ കരവലയത്തിലാണ്. ദുഷ്ടൻ മനുഷ്യ മനസ്സുകളെ അന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും ആണ്. നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ച് അവൻ്റെ രാജ്യത്തിൽ നമ്മെയും ചേർക്കുന്നതിനു വേണ്ടിയാണ് സാത്താൻ വരുന്നത്. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ്. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനമാണ് സത്യം. യോഹന്നാൻ 17:17 യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. ശിഷ്യന്മാരെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് വിശുദ്ധീകരിക്കുവാനാണ് യേശു പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? യേശു ശിഷ്യന്മാരെ വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണ്. എന്നാൽ ശിഷ്യന്മാർ ഈ ലോകത്തിലാണ്. ഈ ലോകം സാത്താൻ്റെ പിടിയിലാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയുകയുള്ളൂ. സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. യോഹന്നാൻ 17:15 യേശു പിതാവിനോട് അപേക്ഷിക്കുന്നത് ലോകത്തിൽ നിന്നും അവരെ അങ്ങെടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. സാത്താൻ എങ്ങനെയാണ് നമ്മെ കബളിപ്പിക്കുന്നത്? സാത്താൻ നുണയനാണ്. ഉൽപ്പത്തി 3 മനുഷ്യൻ്റെ പതനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളെക്കാളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ആദത്തെയും ഹവ്വയെയും നുണ പറഞ്ഞ് കെണിയിൽ വീഴ്ത്തുന്നു. ദൈവത്തിൽ നിന്നും മനുഷ്യരെ നുണ പറഞ്ഞ് പ്രലോഭനമുണ്ടാക്കി ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയാണ് സാത്താൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം, അതായത് സുവിശേഷം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ആ വചനങ്ങൾക്കാണ് മനുഷ്യനെ രക്ഷിക്കുവാനും നിത്യജീവനിലേക്ക് നയിക്കുവാനും കഴിയുന്നത്. വിശുദ്ധ മത്തായി 4:4 യേശു പറഞ്ഞിട്ടുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യർ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് എന്ന്. സാത്താൻ നമ്മോട് പറയുന്നത് തിന്നുക, കുടിക്കുക, ജീവിതം ആസ്വദിക്കുക, ലോകത്തിൻ്റെ മോഹവലയത്തിൽ വീഴുക. ജഡിക പാപങ്ങളൊന്നും വലിയ തെറ്റല്ല. ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അസൂയയും അഹങ്കാരവും എല്ലാം സ്വാർത്ഥമോഹങ്ങളും എല്ലാം കൊണ്ടു നടക്കുക. നാം എത്ര വലിയ പാപം ചെയ്താലും ദൈവം നമ്മളോട് ക്ഷമിച്ചുകൊള്ളും. രഹസ്യമായി ചെയ്യുന്ന പാപങ്ങൾ ആരും കാണുന്നില്ല. ഇത്തരം പ്രലോഭനങ്ങളാണ് സാത്താൻ ഒരുക്കി വെച്ചുകൊണ്ട് നമ്മെ കാത്തിരിക്കുന്നത്. എന്നാൽ സത്യം ദൈവത്തിൻ്റെ വചനങ്ങളാണ്. സാത്താൻ പറയുന്നത് നുണയാണ്. അവൻ നുണയുടെ പിതാവുമാണ്.
നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. 1 പത്രോസ് 5:8 നാം കാണുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണം. ദൈവത്തിൻ്റെ വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്തു വേണം നാം സാത്താനുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്യുന്നതിന്. ഇതിന് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഹൃദയവിശുദ്ധി നമ്മൾ നേടിയിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.